ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാനിവിടെ നത്തോലി ഉപയോഗിച്ചിട്ടാണ് മീൻ പീര ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മത്തിയൊക്കെ ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം നത്തോലിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വിനീഗറും ഉപ്പൊക്കെ ചേർത്ത് കഴുകി വെച്ചതാണ്. എന്നാലേ അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് മാറുള്ളൂ. പിന്നെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങയും നല്ല ഫ്രഷ് തേങ്ങയാണ് നല്ലത്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് പകരം കാന്താരി ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആവും. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ വെളുത്തുള്ളി, പിന്നെ 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഉപയോഗിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയും എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുക്കേണ്ടത്. ഇത് നന്നായിട്ട് കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കണം. അതിന് ശേഷം വേണം പുളി പിഴിഞ്ഞെടുക്കാനായിട്ട്. പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒരു 1/2 ഗ്ലാസ് ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ നമുക്ക് തേങ്ങയും മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, ഫ്രോസൺ തേങ്ങ ഉപയോഗിക്കുന്നതിനേക്കാളും. പിന്നെ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. തീരെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പീര ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിലേക്ക് നമുക്ക് ഈ നത്തോലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചതച്ചെടുത്ത തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവാനും പാടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊട്ടിപ്പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പുളിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തീരെ വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. പുളിവെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി. സൂക്ഷിച്ചിട്ട് ഇളക്കണം, അല്ലെങ്കിൽ മീനൊക്കെ പൊട്ടിപ്പോവും. ഇതിൽ ഞാൻ പുളിവെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്. അങ്ങനെ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചട്ടിയിൽ തന്നെ കുറച്ച് സമയം അടച്ചു വെച്ചിരിക്കണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീരയാണിത്. നല്ല നത്തോലി മീനും പിന്നെ തേങ്ങയുടെ അരപ്പും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.